ഇന്ന് നമുക്കൊരു അറേബ്യൻ ഡിഷ് ഉണ്ടാക്കാം. ചെമ്മീനായിട്ടുള്ള പരിപാടി തന്നെയാണ്. അടിപൊളി സാധനമാണ്, ഹെൽത്തി ഫുഡാണ്, യാതൊരു നമ്മളുടെ ആരോഗ്യത്തിന് പ്രശ്നമില്ലാത്ത ഫുഡാണ്. നമുക്കത് ഉണ്ടാക്കി നോക്കിയാലത്. പാൻ ചൂടായിരിക്കേ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേ സവോള, ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം പോകുന്നത് ഒന്നും വഴറ്റി കൊടുക്കുക. അപ്പോഴേക്കും സാധനം സെറ്റാവും. ഉള്ളിയുടെ കളറ് മാറുന്ന മുന്നായിട്ട് ഒരു 3 ഇഞ്ച് പട്ട, 8 ഗ്രാമ്പു ഒക്കെ കൂടിയിട്ട് ഒരുമിച്ചിട്ട് ചൂടാവട്ടെ. നമ്മുടെ ഉള്ളിയുടെ കളറ് മാറിയിട്ടുണ്ട്, ഒരു പ്രത്യേക നല്ല മണം വരുന്നുണ്ട്. ക്യാരറ്റ്, തക്കാളിയും ക്യാരറ്റും ചേർത്തതിന് ശേഷം നമ്മൾ 1/2 കിലോൻ്റെ മുകളിൽ വരുന്ന ചെറിയ ചെറിയ പീസുകളൊക്കെ ചെമ്മീനാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ടാണ്. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിക്കരുത്, ചെമ്മീനത്തെ വെള്ളം നമുക്ക് പുറത്തേക്ക് കൊണ്ട് വരും. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം ചെമ്മീൻ വേവാൻ വേണ്ടി വെക്കാം കേട്ടോ. അവിടെ റെഡി ആകുമ്പോഴേക്കേ നമുക്ക് 1 കപ്പ് ഫുള്ള്, കുറച്ച് കൂടുതലായിട്ട് ഇടുന്നുണ്ട്, ഓട്സ് എന്ത് ചെയ്യുക, മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, ഇതിലേക്ക് ആ ഗ്ലാസ്സിൻ്റെ അളവിൽ ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിച്ച ഓട്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ട വരാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ ഈ കട്ട ഇളക്കിയിട്ട് ഒപ്പം തന്നെ എന്ത് ചെയ്യുക, തീയൊന്ന് കുറച്ചേക്കണം, കാരണം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ആവശ്യത്തിലുള്ള കട്ടിയായി കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി ഇടുക. അത് നിങ്ങളെ എരിവിനനുസരിച്ച്, എരിവ് നമ്മൾ ചേർത്തിട്ടില്ല, അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച്, എരിവ് കൂടാതിരിക്കുകയാണ് നല്ലത്. ഇതൊരു മധുരച്ചുവയപ്പാണ് ഇതിൻ്റെ ഉണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ മല്ലിച്ചപ്പ് കൊണ്ട് വിതറി കൊടുക്കുക. മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കഴിക്കേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പീസ് എടുക്കുക, ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇറ്റിച്ചു കൊടുക്കുക. കൂടുതൽ ഇറ്റിക്കരുത്, നമ്മളുടെ ആവശ്യത്തിന് പുളിക്കനുസരിച്ച് വേണം. കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മതിരിപ്പായിരിക്കും ഇതിനെ മുന്തി നിൽക്കുക. അപ്പോൾ ആ നിലക്കാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. ഉപ്പ്, എരിവ് ഇതൊന്നും അധികം ഉണ്ടാവില്ല, മതിരിപ്പരും മുന്തിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ചെറുനാരങ്ങ ഇട്ടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, സെറ്റ്, നല്ല ടേസ്റ്റ്. അപ്പോൾ കൂടെ ചേർന്നാൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം.